പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം തസ്കിയത്ത് എന്നുള്ളതാണ്. മനുഷ്യൻ ശരീരവും റൂഹും കൊണ്ടുള്ളതാണ്. മാതാവിൻ്റെ ഗർഭാശയത്തിൽ മാംസപിണ്ഡമായിട്ട് രൂപപ്പെടുമ്പോൾ മലക്കുകൾ വന്ന് ആത്മാവ്, അതായത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതിന് റൂഹിട്ട് കൊടുക്കുന്നു. അങ്ങനെ അത് ജീവനുള്ളതായി മാറുന്നു. നമുക്കറിയാം, ആത്മാവ് ആകാശത്ത് നിന്നുള്ള രക്ഷിതാവിൻ്റെതാണെങ്കിൽ ആ രക്ഷിതാവാണ് ആ റൂഹിന് വേണ്ടുന്നതായിട്ടുള്ളതെല്ലാം നൽകുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ഭക്ഷണവും വെള്ളവും തുടങ്ങിയ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ളത്. എന്നാൽ റൂഹ് പരലോകത്തേക്ക് വേണ്ടിയുള്ളതാണ്. ആ റൂഹിന് അറിവും വിജ്ഞാനവും അതനുസരിച്ചുള്ള പ്രവർത്തനവും എല്ലാം ആവശ്യമാണ്. നമുക്കറിയാം, ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന 3 മനസ്സുകളെക്കുറിച്ച്, അതായത് ലവ്വാമയായിട്ടുള്ള മനസ്സ്, അമ്മാറയായിട്ടുള്ള മനസ്സ്, മുത്തമൈനായിട്ടുള്ള മനസ്സ്. അതായത് തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സും തെറ്റ് ചെയ്തിട്ട് കുറ്റബോധമുണ്ടാകുന്ന മനസ്സും, അതുപോലെ തന്നെ മുത്തമൈന എന്ന് പറഞ്ഞ സമാധാനമടയുന്ന മനസ്സ്, തെറ്റുകളിലേക്ക് പോകാതെ ജീവിതത്തിൽ ഉടനീളം തക്വയോടുകൂടി ഏത് മേഖലകളിലും വളരെ തക്വയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്ന മനസ്സുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് മനസ്സിലാവുന്നില്ലേ, അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലേക്കും ആ ഹൃദയത്തിനനുസരിച്ചുള്ള പ്രവർത്തനത്തിലേക്കുമാണെന്ന്. അതായത് നമ്മൾ മനസ്സുകൊണ്ട് വെറുതെ ഒരു തിന്മ ഉദ്ദേശിച്ചാൽ ഒരിക്കലും ആ തിന്മയ്ക്ക് അള്ളാഹു കാര്യമായിട്ടുള്ള ശിക്ഷ നൽകില്ല. എന്നാൽ ആ ഉദ്ദേശമനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് അള്ളാഹു നമുക്ക് ശിക്ഷ തരിക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിനെ സംസ്കരണം നടത്തുന്നത്? നമ്മുടെ ആത്മാവിന് സംസ്കരണം നടത്തണമെങ്കിൽ നമ്മൾ ദിവസം തോറും ഇൽമുകൾ പഠിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും അതുവഴി നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്താനും ശ്രമിക്കണം. അല്ലെങ്കിൽ പിശാചാകുന്ന നമ്മുടെ ജന്മശത്രു എന്ന് പറയുന്നത് നമ്മുടെ തിന്മകളിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ തിന്മകളിൽ നിന്ന് നമുക്ക് പിന്താങ്ങി വരണമെങ്കിൽ, ആ പിശാചിനെ ആട്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ അങ്ങേയറ്റം മനസ്സ് ബലമുള്ളതായിരിക്കണം, ചലിക്കാത്ത മനസ്സുള്ളവരായിരിക്കണം. അപ്പം നമ്മൾ 2-3 രീതിയിൽ, അതായത് നമ്മുടെ തെറ്റുകളിൽ നിന്നും പിന്മാറാനും പിശാചിൽ നിന്നും നമ്മൾ പിന്മാറാനും മറ്റുള്ള സത്യനിഷേധികളിൽ നിന്നെല്ലാം നമ്മൾ പിന്മാറി നിൽക്കാൻ നമ്മുടെ മനസ്സതിന് പാകപ്പെട്ടിരിക്കണം. ആ പാകപ്പെടാൻ വേണ്ടി അള്ളാഹു പറയുകയാണ്, ഒരിക്കലും അറിവുള്ളവരും അറിവില്ലാത്തൊരു സമമാവുകയില്ലല്ലോ. അപ്പോൾ നമ്മൾ അറിവ് നേടിക്കൊണ്ടേയിരിക്കുക. ആ അറിവ് നേടുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം ശരിപ്പെടുത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് നമ്മൾ പിന്മാറിയാൽ തന്നെ പിശാച് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ആ തെറ്റുകൾ ചെയ്യാൻ നമ്മളെ പഴയ തെറ്റുകൾ പിശാച് ഓർമ്മിപ്പിക്കുമെന്നുള്ളതാണ്. അതിലുള്ള സന്തോഷവും ആനന്ദവും കണ്ടെത്തുമ്പോൾ വീണ്ടും ആ തെറ്റിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിശാചിനെ കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തി ഏറ്റവും നല്ലതായ രീതിയിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി സംസ്കരിച്ചെടുത്തുകൊണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് അള്ളാഹു നയിക്കാൻ വേണ്ടി അള്ളാഹു 2 മാർഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ നെഫ്സിനെ അള്ളാഹു ശരിപ്പെടുത്തിയെടുത്തുണ്ട്. ഫൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ. നിങ്ങൾക്ക് തഖ്വയോടുള്ള മനസ്സും ഫുജൂറിൻ്റെ മനസ്സും അള്ളാഹു തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ നല്ല വിശ്വാസികളായി തീരാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.